ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വർക്ക് ആയാലോ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഗ്രീൻ ടേപ്പ് വേണം, പിന്നെ നമ്മൾ ക്രാഫ്റ്റ് വയർ വേണം, അല്ലെങ്കിൽ നൂൽക്കമ്പി എന്ന് പറയും. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാറുള്ള നമ്മുടെ പോളിത്തീൻ കവർ അല്ലെങ്കിൽ പോളിത്തീൻ ബാഗാണ്. ഞാനിവിടെ 2 കളറാണ് എടുത്തിരിക്കുന്നത്, മഞ്ഞയും പച്ചയുമാണ്. പച്ച ഞാൻ ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് പച്ച കളർ കവർ ഞാൻ എടുത്തിരിക്കുന്നത്. പൂവിന് വേണ്ടി നിങ്ങൾക്ക് ഏത് കളറ് കവർ വേണമെങ്കിലും എടുക്കാം. എനിക്കിവിടെ മഞ്ഞയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്രാഫ്റ്റ് വയറിനെ എടുത്തിട്ട് ഒരു ഇതളിൻ്റെ ഷേപ്പിൽ നമ്മൾ വളച്ചു കൊടുത്തിട്ട് അതിൻ്റെ അറ്റം തമ്മിൽ നമ്മളൊന്ന് പിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ അറ്റം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇപ്പോൾ നമുക്കൊരു ചെറിയ ഇതളിൻ്റെ രൂപത്തിൽ ക്രാഫ്റ്റ് വയർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വയറുകൾ എല്ലാം ഇങ്ങനെ ഇതളിൻ്റെ രൂപത്തിലാക്കി മാറ്റിയതാണ് ഈ കാണുന്നത്. ഇനി ചെയ്യേണ്ടത് നമ്മൾ പോളിത്തീൻ കവറിനെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി സ്ക്വയർ പീസസ് ആക്കി നമ്മൾ മുറിച്ചെടുക്കണം. അങ്ങനെ മുറിച്ചെടുത്ത സ്ക്വയർ പീസിനെ നമ്മൾ ഈ ഇതളിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിമിലേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കവർ ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നീളം കുറഞ്ഞ ഭാഗം അകത്തേക്കാക്കി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഉള്ള കവറിനെ നമ്മൾ ഒന്ന് വലിച്ച് ചുറ്റി അതിൻ്റെ താഴത്തേക്കൊന്ന് പിരിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റി പിരിച്ചങ്ങോട്ട് വെക്കണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും നീളം കുറഞ്ഞ ഭാഗം വെളിയിലേക്ക് വരാതെ വൃത്തിയായിട്ട് ഒരു ഇതളിൻ്റെ രൂപത്തിൽ നമുക്കത് കിട്ടും. അങ്ങനെ ഞാൻ 2-3 ഇതളുകൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബേസിക് കാര്യം. അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതളുകളെ തമ്മിൽ ഈ കമ്പി ഉപയോഗിച്ച് ഞാനൊന്ന് കെട്ടിക്കൊടുക്കുവാണ്. കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതളുകളെല്ലാം കൂടെ നമ്മൾ കൂട്ടി ഒരു കമ്പിയെ ഉപയോഗിച്ച് തന്നെ 3 ഇതളുകളെയും നമ്മൾ ഒരുമിച്ച് കെട്ടി കൊടുത്തു. അതിനുശേഷം ഈ ഇതളുകൾക്ക് നമുക്ക് ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പിയുടെ ഭാഗത്ത് നമ്മളൊന്ന് ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിനെ ഒന്ന് കൈകൊണ്ട് അമർത്തിയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ചെറിയ പൂവിൻ്റെ ഇതളിൻ്റെ ഒരു ഷേപ്പിലേക്കൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ബാക്കിയുള്ള പോളിത്തീൻ കവറിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഈ വയറിനെ നമ്മൾ താഴത്തേക്കൊന്ന് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് നമ്മളതിൻ്റെ ആ തണ്ടിൻ്റെ ഭാഗത്ത് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് വലിച്ച് നമ്മൾ താഴേക്ക് ചുറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ തണ്ട് രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടേപ്പ് വലിച്ച് നമ്മൾ നന്നായിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരു പൂവിൻ്റെ രൂപത്തിലേക്ക് അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പൂവും തണ്ടുമായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന അതിൻ്റെ ഇലയാണ്. അതിനുവേണ്ടി ഗ്രീൻ പോളിത്തീൻ കവർ ഞാൻ ഇതുപോലെ തന്നെ ചെറിയ കഷ്ണമാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇതള് ചെയ്യാൻ ഉപയോഗിച്ച അതേ ഫ്രെയിം പോലെ തന്നെയാണ് ഞാനിവിടെ ഇലയ്ക്കും ഫ്രെയിം എടുത്തിരിക്കുന്നത്. അതിതുപോലെ തന്നെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് തിരിച്ചെടുക്കുവാണ്. അതിൻ്റെ അറ്റം നമ്മൾ കമ്പി കൊണ്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴത്തേക്കും ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റി അതിനൊരു തണ്ട് കൊടുത്തു. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് ഒരു തണ്ടാക്കി ജോയിൻ ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒറ്റ തണ്ടിൽ നിന്നും വരുന്ന ഒരു പൂവും ഇലയും കൂടെ നിൽക്കുന്ന ഒരു മോഡലിൽ നമുക്കത് കിട്ടും. ഇപ്പം ഇലയ്ക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ ഫ്രെയിമിന് കുറച്ച് നീളം കൂട്ടുകയോ വണ്ണം കൂട്ടുകയോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇല കുറച്ചുകൂടെ വലിയ ഇല കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് പൂക്കളെല്ലാം കൂടെ യോജിപ്പിച്ച് ഒരു ചെറിയൊരു ഫ്ലവർ ബൊക്കയുടെ രൂപത്തിലേക്ക് ഞാനതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു.